ശശി തരൂർ അവരോട് പറയുകയാണ്, കാരണം ഇവരെല്ലാം അമേരിക്കൻ, ഇവർക്കെല്ലാം ഇവിടുത്തെ വോട്ടേഴ്സാണ്, ഇവരെല്ലാം പ്രോപ്പറായിട്ട് ട്രംപ് ജയിപ്പിക്കണം, അതിനുവേണ്ടി ഫണ്ട് ചെയ്തവരുണ്ട്. ഏറ്റവും കൂടുതൽ ഗുജറാത്തികളുള്ളത്, ഗുജറാത്തി ഹിന്ദുസാണുള്ളത്, പിന്നെ പഞ്ചാബി ഹിന്ദുസ് ഉണ്ട്, മറ്റുള്ള പല സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. കേരളത്തിൽ നിന്ന് ഈ പോയവരിൽ വലിയൊരു ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതേപോലെ ആന്ധ്രയിലുള്ളവരുണ്ട്. ആന്ധ്രയിലുള്ളവർ അധികം പോയവരിൽ വലിയൊരു ശതമാനം കൺവേർട്ട് പോയി അവർ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ പറയാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇവരോട് ചോദിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളിത് അമേരിക്കൻ കോൺഗ്രസ് മെമ്പേഴ്സിനോട് H1B വിസയുടെ കാര്യം പറയാഞ്ഞത്? ഇതേ ശശി തരൂര് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ന്യൂയോർക്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അയാളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ആരെയും കാണാൻ പറ്റിയില്ല, ഒരാൾ പോലും ഇയാളെ കാണാനും കൂട്ടാക്കിയില്ല. അവിടെ പോയി ഇന്ത്യൻ കോൺസുലേറ്റിലൊക്കെ പോയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് പുള്ളി തിരിച്ചേക്ക് പോകുന്നു. അവർ ഡെയിലി ഈ സംഭവങ്ങൾ കാണുന്നില്ല. അർണബ് ഗോസ്വാമി ഈ ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. ഡെയിലി ഇത് കാണുന്ന ഇത്രയും പേര് എനിക്കറിയാം. ഉണ്ടായ സംഭവം എന്തുകൊണ്ടാണ് ഇവരൊന്നും തന്നെ ഈ പറയുന്ന അമേരിക്കൻ കോൺഗ്രസ് ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് അവിടെയുള്ള ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം അവർക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അവർ തീരുമാനിച്ച പല ആൾക്കാർക്കും വോട്ട് ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്ത് അതിൻ്റെ പേരിലാണ് മോദി പോയിട്ട് ഇസ്കെ ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ ഹൗഡി മോഡിയിലൊക്കെ ഹൂസ്റ്റണിൽ പോയി പറയുകയൊക്കെ ചെയ്തത്.